ബാക്ക് ടു ആഷ് എഡ്യൂക്കേഷൻ ഹബ്. എല്ലാവർക്കും നമ്മളുടെ പുതിയ ചാനലിലെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററിയായ പാഠഭാഗം 1 ആണ്. പാഠഭാഗത്തിൻ്റെ പേര് മാനവികത. ചരിത്രം എന്നാൽ വെറും ഒരു പാഠമല്ല, അത് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ തന്നെ മാറ്റിമറിച്ച നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ചാണ്. നമുക്കെന്ന് തുടങ്ങിയാലോ? എന്താണ് നവോത്ഥാനം? എന്തുകൊണ്ട് അത് ഇറ്റലിയിൽ തുടങ്ങി? നമുക്ക് നോക്കാം. പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പേജ് കാണുമ്പോൾ അവിടെ പാഠത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. 1 മാനവികത എന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതേതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നവോത്ഥാന കാലത്തെ ചില പെയിൻറ്റിങ്ങുകൾ ആണ്. ലിയോനാർഡോ ഡാവിഞ്ചിയുടെയും മറ്റ് ചിത്രങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ വളരെ സുപരിചിതമാണ്. ആദ്യത്തെ പേജിൽ ഒരു ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിൻ്റെ ഒരു എഴുത്താണ് കൊടുത്തിട്ടുള്ളത്. അത് അറിവിൻ്റെ നിസാരം നന്മയുടെ നിസാരം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകട്ടെ ബുദ്ധിക്ക്, ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശി. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. ഇതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ പോയിന്റുകളായിട്ടാണ് നിങ്ങൾക്ക് പറയുന്നില്ല. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം തന്നെ യുക്തിക്കും മാനവികതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ചിന്താധാര ഉദയം ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് നവോത്ഥാനം എന്നത്. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? പുനർജനി എന്നാണ്. മധ്യകാലഘട്ടത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആധുനികതയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഇത് എന്നും പറയപ്പെടുന്നു. റോജർ ബക്കനെ പോലെയുള്ള ചിന്തകർ അന്ന് നിലനിന്നിരുന്ന ചിന്തകളെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അതാണ് ഈ ഒരു ഭാഗത്ത് അടുത്ത പേജിൽ പറയുന്നത്. അതിന് മുകളിൽ റോജർ ബേക്കണും അദ്ദേഹം വരച്ച ഡയഗ്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അഥവാ മാനവികത. 2 നഗരജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത. കൂടാതെ മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാ ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളൊക്കെയാണ് മധ്യകാലത്ത് നിലനിരുന്ന ആശയങ്ങളുടെ പിൻബലമായിട്ട് ഉണ്ടായ മാറ്റങ്ങൾ. അതായത് നവോത്ഥാനത്തിൻ്റെ ഫലമായി ഉണ്ടായ മാറ്റങ്ങളാണ് ഇവയൊക്കെ. ഈ ഒരു പേജിൽ തന്നെ സൈഡിലായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന 2 പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ. ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത്. BCE 7ാം നൂറ്റാണ്ട് മുതൽ CE 5ാം നൂറ്റാണ്ട് വരെയുള്ള റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റോമൻ സംസ്കാരം അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരങ്ങൾ ഇവയെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? അത് ചിലപ്പോൾ 1 വേർഡിനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് വരച്ചിടുക. പിന്നെ അതുപോലെ തന്നെ BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെയുടെ കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത്. അതുപോലെ റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഈ ഒരു പേജിൽ നമ്മൾ അടുത്ത പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലായിട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഒന്ന് വായിക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാന കാലം എന്നത്. ഈ പ്രസ്താവന വിലയിരുത്തുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നവോത്ഥാന കാലഘട്ടത്തിലെ മാറ്റങ്ങളും മറ്റുമൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 14ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. പുരാതന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനത്തോടൊപ്പം മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നകന്ന് പോകാനുള്ള പ്രവണതയും ശക്തി പ്രാപിച്ചു. പുരാതന റോമൻ നാഗരികതയുടെ ഭാഗമായിരുന്നു ഇറ്റലിയിൽ ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ചും പ്രകടമായിരുന്നത്. ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങളെ നവോത്ഥാനം എന്ന് വിളിച്ചു. മധ്യകാല ഫ്യൂഡലിസത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള പരിവർത്തന കാലഘട്ടമായാണ് നവോത്ഥാനത്തെ കണക്കാക്കുന്നത്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്. നമ്മൾ കുറച്ച് മുൻപ് നോക്കിയായിരുന്നു പുനർജനി. അപ്പോൾ അതേ ഒരു സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. 14ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ആളുകൾ പ്രധാനമായും മതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പരമ്പരാഗത വിശ്വാസങ്ങൾ പിന്തുടരുകയും ചെയ്തു. എന്നാൽ നവോത്ഥാനത്തിൽ കല, ശാസ്ത്രം, പഠനം എന്നിവയുടെ പുനരുജ്ജീവനം ഉണ്ടായി.
ആളുകൾ പഴയ ആശയങ്ങളെ ചോദ്യം ചെയ്യാനും കണ്ടെത്തലുകൾ പര്യവേഷണം ചെയ്യാനും മനുഷ്യശേഷിക്ക് പ്രാധാന്യം നൽകാനും തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഈ ചോദ്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോക്സിൽ നവോത്ഥാനം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇടുക. വൺ വേർഡിന് വരാനായിട്ട് സാധ്യതയൊക്കെയുണ്ട്. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ, അതാണ് ആ ഭാഗത്തിൻ്റെ പേരെന്ന് പറയുന്നത്, ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഭൂപടം 1.1 നിരീക്ഷിക്കൂ. അതിൽ നിന്നും മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കണ്ടെത്തി എഴുതുന്ന ആദ്യം ഒരു പ്രവർത്തനം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭൂപടം 1.1 ഒന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം മധ്യകാല ഇറ്റലിയിൽ ഉണ്ടായിരുന്ന നഗരങ്ങളുടെ പേരുകളാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ആ മാപ്പിൽ കുറച്ച് സ്ഥലങ്ങൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 ഭാഗമായിട്ടാണ് ആ ഒരു മാപ്പ് കൊടുത്തിരിക്കുന്നത്. മേളിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഇറ്റലിയെ കേന്ദ്രീകരിച്ച് പോയിന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചറിലേക്ക് വരികയാണ്. അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഇത് ഉൾപ്പെട്ട് നിലനിർത്തുന്ന സ്ഥലങ്ങളുടെ പേരുകളാണ് പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഏതൊക്കെ പേരുകൾ വരും, അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങൾ വരും കണ്ടാൽ തന്നെ അറിയാം. ഫ്ലോറൻസ്, റോം, ബൊണോള, വെനീസ്, പാർമ, മിലാൻ, ഇതൊക്കെ തന്നെ ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളാണ്. അപ്പോൾ നമ്മളത് അവിടെ ആ പോയിന്റ്സിൽ എടുത്തെഴുതുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യം പോലെ കൊടുത്തിട്ടുണ്ട്. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവും ആയിരുന്നു. ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്ങും ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തു. അതായത് ഇറ്റലിയിലെ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് അത് വളരെ വ്യത്യസ്തമാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ സമ്പന്നവുമായിരുന്നു. അപ്പോൾ അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാം, വിപുലമായിട്ട് ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ അവിടെ നിലനിന്നിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ വാണിജ്യ അറിവുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ഇറ്റാലിയൻ വ്യാപാരികൾക്ക് അന്ന് നല്ല രീതിയിലുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നൂതന വാണിജ്യ സാങ്കേതിക വിദ്യകൾ അവരുടെ സാമ്പത്തിക വളർച്ചയിൽ ഒരുപാട് സഹായിക്കുകയും അത് വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സമ്പന്ന കുടുംബങ്ങളുടെ പിന്തുണ അവിടെ പല വിഭാഗത്തിലുള്ള സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് അതൊരു വലിയ പങ്കാണ്. അതോടൊപ്പം ഇവർ ഈ കലാകാരന്മാരെയും ചിത്രകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നവോത്ഥാനത്തിന് വലിയ രീതിയിലുള്ള ഒരു ഉത്തേജനം നൽകുകയാണ് ചെയ്തത്. അതോടൊപ്പം സാംസ്കാരിക കൈമാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുരിശുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന് വഴിയൊരുക്കി. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് കുരിശുദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പം ഇത് കിഴക്കൻ രാജ്യങ്ങളിലെ അറിവുകൾ യൂറോപ്പിലെത്തിക്കാനും ഇറ്റാലിയൻ നഗരങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കാനും സഹായിച്ചു. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സാമ്പത്തിക വളർച്ചയും ഉയർന്ന വ്യാപാര ബോധവും സാംസ്കാരികമായി തുറന്ന സമീപനവും ഇറ്റലിയെ നവോത്ഥാനത്തിന് പ്രധാന കേന്ദ്രമാക്കിയെന്നാണ് ഈ ഒരു പോയിന്റ്സിലൂടെ നമുക്ക് വ്യക്തമാകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ വേറൊരു ബോക്സിൽ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നു. അക്കൗണ്ടിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അടയാളപ്പെടുത്തുക, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി അടുത്ത ഈ പേജിൽ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ഇനി അവിടെ ഒരു ചോദ്യം പോലെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതെല്ലാമാണെന്ന് നോക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് സമ്പന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ ഇറ്റാലിയൻ കുടുംബങ്ങൾ, വളർന്നു വന്ന നഗരങ്ങൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ കുടുംബങ്ങളുടെ പേര് ഇതാണ്. മെഡിജി വളർന്നു വന്ന നഗരം എന്ന് പറയുന്നത് ഫ്ലോറൻസ് ആണ്. സ്ഫോർസ എന്ന് പറയുന്ന കുടുംബം മിലാൻ എന്നൊരു നഗരത്തിലാണ് വളർന്നു വന്നത്. അതോടൊപ്പം ഫർണീസി, പാർമ, ഓർസീനി, നേപ്പിൾസ്, വിസ്കോന്തി, മിലാൻ. ഇത് നമുക്ക് മനസ്സിലായി ഏതൊക്കെ ഇറ്റാലിയൻ കുടുംബങ്ങളാണ് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നതും ആ കുടുംബത്തിൻ്റെ പേരും ജസ്റ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴി തെളിച്ചു എന്ന് പറഞ്ഞു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇറ്റാലിയൻ നഗരത്തിലെ നവോത്ഥാനം വളർച്ച പ്രാപിച്ചതിനെക്കുറിച്ചുള്ള കാരണങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു പോയതാണ്, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു. ഇതിലേക്ക് നയിച്ച സാഹചര്യം വിശദീകരിക്കുക എന്നൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം എന്ന് പറയുന്നത്, അവർ കൂടുതൽ സ്വതന്ത്രരും സമ്പന്നരും ചലനാത്മകരും ആയിരുന്നു. ഇനി 2, ഈ നഗരങ്ങളിലെ വ്യാപാരികൾക്ക് ബാങ്കിങ്ങിനെക്കുറിച്ചും ഇൻഷുറൻസിനെക്കുറിച്ചും വലിയ നല്ല അറിവുണ്ടായിരുന്നു. അവരിൽ ചിലർക്ക് ബുക്ക് കീപ്പിംഗ് പോലുള്ള വ്യാപാരത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു.
അവരിൽ പലരും വ്യാപാരത്തിലൂടെ വളരെ സമ്പന്നരായി മാറിയിരുന്നു. ഇറ്റാലിയൻ നഗരങ്ങൾ കിഴക്കൻ ലോകത്തിലെ ജനങ്ങളുടെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, ജീവിതം എന്നിവയുമായി പരിചയപ്പെട്ടു. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. ഇസ്ലാമിക സാമ്രാജ്യവുമായി ബൈസന്റൈൻ സാമ്രാജ്യവുമായി ഉള്ള വ്യാപാര ബന്ധങ്ങളുടെ ഫലമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വൻതോതിൽ സമ്പത്ത് ഒഴുകിയെത്തി. ഇറ്റാലിയൻ നഗരങ്ങളിലെ വ്യാപാരികൾ മെഡിറ്ററേനിയനിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാര കുത്തക നേടി. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് കുരിശുയുദ്ധങ്ങൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾക്കൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇപ്പോൾ നമ്മൾ നോക്കി ആ ചോദ്യത്തിൻ്റെ താഴെ അതിൻ്റെ ബാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതിലേക്ക് നമുക്ക് കടക്കാം. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യത കുറവുണ്ടാക്കി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ ബാക്കി അടുത്ത പേജിലാണ് വളർച്ചയ്ക്കും വഴിയൊരുക്കി. നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി. പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യൻ്റെ ജീവിതത്തെ, നൈമിഷികതയെയും അനിശ്ചിതത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അതായത് 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ, അതായത് ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം ഇറ്റാലിയൻ നഗരങ്ങളിൽ വരികയുണ്ടായി. അപ്പോൾ അത് അവരെ സാരമായിട്ട് ബാധിച്ചു എന്നാണ് വരുന്നത്. അപ്പോൾ അത് ബാധിച്ചത് ഏതൊക്കെ മേഖലകളാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ബാധിച്ചത് കാർഷിക മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അതുപോലെ വാണിജ്യ കേന്ദ്രമായിരുന്ന മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ ഇത് വഴിയൊരുക്കി. ഫ്യൂഡൽ വ്യവസ്ഥ തകരുകയാണ് ചെയ്തത്. അതുപോലെ വാണിജ്യ കേന്ദ്രീകൃതമായിരുന്ന മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന മരുന്നുകൾ, ഇറ്റലിയിൽ ഉണ്ടായിരുന്ന മരുന്നുകൾ ഈ ഒരു രോഗത്തെ ചെറുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്തു? പ്രാചീന ഗ്രീസിലെയും റോമിലെയൊക്കെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികത, അതുപോലെ അനിശ്ചിതത്തെക്കുറിച്ചും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും അവർക്ക് സാധിച്ചു. അപ്പോൾ ഇതെന്താണ് ഈ കാരണം? അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ വേറെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ്. ചർച്ച ചെയ്ത് നമ്മളത് എഴുതുവാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം ഇതാണ്. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് യൂറോപ്പിലുടനീളം പടർന്നു പിടിക്കുകയും പല ഇറ്റാലിയൻ നഗരങ്ങളെയും സാരമായി ബാധിക്കുകയും ചെയ്തു. കറുത്ത മരണം എന്നറിയപ്പെടുന്ന ഈ ദുരന്തം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചു. ഇത് തൊഴിലാളികളുടെ കടുത്ത ക്ഷാമത്തിന് കാരണമായി. കാർഷിക മേഖലയെ വളരെയധികം ആശ്രയിച്ചിരുന്ന മധ്യകാല ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കി. കൂടാതെ പുതിയ വാണിജ്യ മധ്യവർഗത്തിൻ്റെ ആവിർഭാവത്തിനും ഇത് കാരണമായി. പരമ്പരാഗത മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ പുരാതന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രങ്ങൾ പരിവേഷണം ചെയ്യാൻ തുടങ്ങി. ഇതിലൂടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അറിവിൻ്റെ പ്രാധാന്യം. അതാണ് കൂടുതലായിട്ട് ആളുകൾ മനസ്സിലാക്കിയത് ഇതിലൂടെ. ഇതാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെ നമുക്ക് ബാക്കിയുണ്ട്, നമുക്കതും കൂടെ നോക്കാം. നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹ്യ ഐക്യം തുടങ്ങിയവ ജനങ്ങൾ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളും ലാറ്റിൻ ഭാഷയിലുമുള്ള പാണ്ഡിത്യത്തെക്കുറിച്ച് വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽഫലമായി പ്രാചീന ഭാഷാ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവ ഇവർക്ക് താല്പര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാക്കാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമൻ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളുടെ ജനമനസ്സിൽ അനശ്വരമാകുമെന്നും രാജാക്കന്മാർ കരുതി. അതായത് പ്രാചീന റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് പല മേഖലകളിലായിട്ട് നടന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ജനങ്ങൾ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. അതായത് നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹ്യ ഐക്യം എന്നിവയൊക്കെയാണ് അവരുടെ പൗരബോധത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായതെന്ന് പറയുന്നു. അതുകൂടാതെ ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങളൊക്കെ ഇറ്റലിയിൽ പ്രചരിക്കുവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ വിവിധ ഭാഷകൾ ആൾക്കാർ പഠിക്കുവാനായിട്ട് മുന്നിട്ട് വന്നു. അതുപോലെ തന്നെ പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത ഇതിലൊക്കെ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകുവാനുമായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം നഗരങ്ങൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാക്കി. അതുപോലെ ചിത്രങ്ങളും കയ്യെഴുത്തു പ്രതികളും ഒക്കെ രാജാക്കന്മാരും പുരോഹിതന്മാരും അതൊക്കെ കണ്ടെടുത്തിട്ട് സംരക്ഷിക്കുവാനായിട്ട് ആരംഭിച്ചു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയും സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുന്നുവെന്നും ആര് കരുതാൻ തുടങ്ങി? രാജാക്കന്മാർ തിരിച്ചറിയുവാനായിട്ട് തുടങ്ങി.
അതുപോലെ സമ്പന്നരായ ആളുകൾ ഇടവക ദേവാലയങ്ങളൊക്കെ എന്താണ് മോടി പിടിപ്പിക്കുക എന്ന് വെച്ചാൽ അത് പുതുക്കി പണിയുകയും അതുപോലെ സന്യാസ മഠങ്ങൾ, സന്യാസിനി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഇറ്റാലിയൻ നഗരങ്ങളായ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് എന്നീ സ്ഥലങ്ങളിലൊക്കെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1953 തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. 1953 തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഇപ്പോൾ ഒരു ചോദ്യം വരികയാണ്, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയ കാലഘട്ടം എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് പോയിന്റ് ചെയ്തിടുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇനി പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കൈയെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഞാൻ അടുത്ത പേജിലാണ് പറഞ്ഞത്, അത് പറയാനായിട്ട് മറന്നുപോയി. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ഇവിടെ പറയുന്നത്. എന്താണ് കൈയെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായിരുന്നു. അവരുടെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു എന്ത് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കൈയെഴുത്തു പ്രതികളുമായി ഇറ്റാലിയൻ നഗരത്തിലേക്ക് നീങ്ങി. എന്തുകൊണ്ടായിരിക്കും അവർ നീങ്ങിയത്? തുർക്കികളുടെ ആക്രമണം കൊണ്ടാണ്. അവർക്ക് കയ്യിൽ കിട്ടിയ കൈയെഴുത്തു പ്രതികളൊക്കെ കൊണ്ട് അവർ എങ്ങോട്ട് പോയി? പണ്ഡിതന്മാർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. മധ്യകാലത്ത് സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അതായത് മധ്യകാലഘട്ടത്തിൽ സർവകലാശാലകൾ മാത്രം ഒതുങ്ങി നിന്നിരുന്നു നമ്മുടെ ഈ പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ. എന്നാൽ അത് കുറച്ചും കൂടി ഗ്രന്ഥാലയങ്ങളിലേക്കും കൂടി വ്യാപിക്കുവാനായിട്ട് തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. അതുപോലെ തന്നെ സമ്പത്തും രാഷ്ട്ര സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയൊക്കെ എന്താണ് സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്ക് വഴിയൊരുക്കി. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കലാപരമായി അതുപോലെ രാഷ്ട്രത്തിലും സമ്പത്തിലും ഒക്കെ നടത്തുവാനായിട്ട് ജനങ്ങൾ മുന്നിട്ട് വന്നു. അതോടെ എന്താണ് സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഈ ഒരു പുരോഗതിയിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഗ്രീക്ക് കൈയെഴുത്തു പ്രതിയുടെ ഒരു മാതൃക നൽകിയിട്ടുണ്ട്. ഇനി ആ ഒരു പാഠഭാഗത്ത് തന്നെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. ഭൂപടം 1.2 നിരീക്ഷിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം കണ്ടെത്തുക. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ചർച്ച ചെയ്യുക എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആ ഒരു മാപ്പ് നിരീക്ഷിക്കുക. എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കാണുന്നത്? നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. യൂറോപ്പിനും ഏതൻസിനും ഇടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കാണപ്പെടുന്നത്. അതുപോലെ കരിങ്കടൽ ആ ഒരു കടലിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ നിങ്ങളത് കണ്ടെത്തിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആ ഒരു ഉത്തരമായി. ഇനി അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ചർച്ച ചെയ്ത് എഴുതാനായിട്ടാണ് അതിൻ്റെ അടുത്ത ചോദ്യം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇസ്താംബൂളും തുർക്കിയും കൂടെ വരുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ ബോസ്പോറസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള ഒരു പാലം എന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം നൽകുന്നു. ഇത് വ്യാപാരത്തിനും സംസ്കാരത്തിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള പ്രധാന വ്യാപാര പാതകളെ ഇത് നിയന്ത്രിച്ചിരുന്നു. ഇത് ശക്തവും സമ്പന്നവുമായ ഒരു നഗരമായി വളരാൻ സഹായിച്ചു. അതിൻ്റെ സ്ഥാനം അതിനെ 3 വശങ്ങളിൽ വെള്ളത്താൽ സംരക്ഷിക്കപ്പെട്ട് ശക്തമായ ഒരു പ്രതിരോധ നഗരമാക്കി മാറ്റി. ഇതാണ് ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അതിന് താഴെ തന്നെ മറ്റൊരു ചോദ്യം കൂടി നൽകുന്നുണ്ട്. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് വിലയിരുത്തുക എന്നൊരു ചോദ്യം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. 1953 കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ തുർക്കിയിൽ പിടിച്ചടക്കിയത് ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായി. പണ്ഡിതന്മാരുടെ കുടിയേറ്റം. ഈ സംഭവം അവിടുത്തെ പണ്ഡിതന്മാരെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അമൂല്യമായ പുരാതന ഗ്രീക്കോ റോമൻ കൈയെഴുത്തു പ്രതികളുമായി ഇറ്റാലിയൻ നഗരത്തിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാക്കി. അറിവിൻ്റെ വ്യാപനം. മധ്യകാലഘട്ടത്തിലെ സർവകലാശാലകൾ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ജ്ഞാനം, ഗവേഷണങ്ങളും ലൈബ്രറിയിലേക്ക് വ്യാപിക്കാൻ ഇത് കാരണമായി. സാമ്പത്തിക ഭദ്രതയും ദേശീയ സ്വതന്ത്ര ബോധവും കൂടിച്ചേർന്നപ്പോൾ അത് പുതിയ ആശയങ്ങളുടെയും കലാപരമായ മാറ്റങ്ങളുടെയും വികാസത്തിന് വളക്കൂറുള്ള മണ്ണായി മാറി. ഈ ഒരു ആൻസറാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത പേജിലേക്കാണ് കിടക്കുന്നത്. മനുഷ്യർ കേന്ദ്രമാകുന്നു. ഇതാണ് ആ ഭാഗത്തിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒന്ന് വായിക്കാൻ ഞാൻ എന്താണ്. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് കൊളാസിസം എന്നറിയപ്പെടുന്ന തത്വശാസ്ത്രമായിരുന്നു. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത്. ഇതിൽ നിന്ന് മാറി മനുഷ്യൻ ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മാനവികത എന്ന ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്?
അപ്പോൾ മധ്യകാലത്ത് പ്രധാനമായിട്ടും സ്വാധീനിച്ചിരുന്ന ഒരു തത്വചിന്ത ശാസ്ത്രമാണ് കൊളാസിസം സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്താണ്? ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളൊരു തത്വശാസ്ത്രമാണ്. അതുപോലെ വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിനും പരലോക ജീവിതത്തിനും ഊന്നൽ നൽകുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്താണ്? പരലോക ജീവിതം എന്നതിൽ ഊന്നൽ നൽകി അതിൽ നിന്നും മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മാനവികത എന്ന ആശയം രൂപപ്പെട്ടതാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. ഇനി മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി എന്ന് പറയുന്നു. അപ്പം എന്തായാലും ഈ ഒരു മാനവികത ആശയം ഇവിടെ രൂപപ്പെട്ടപ്പോൾ എന്തായാലും അതിന് പ്രത്യേകതകളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ മാനവികതാവാദികൾ എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ എന്താണ്? മനുഷ്യൻ്റെ അന്തർലീനമായ അവൻ്റെ ഉള്ളിലുള്ള അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്കൊക്കെ കൂടുതൽ ഊന്നൽ നൽകിയതായിട്ട് ഇവിടെ പറയപ്പെടുന്നു. ഇനി ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനവുമാണ്. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ, ഒരു എക്സാമ്പിളാണ്, സ്ഥാപനം ഉണ്ടാകുമ്പോൾ കുറച്ച് എതിർക്കുന്ന ആൾക്കാരും പിന്നെ അതുപോലെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാണും. അപ്പോൾ ഈ ഒരു മാനവികതയിലും വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണ്? മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ അക്കാലത്ത് പ്രാചീന ഗ്രൈക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച തോതിൽ താല്പര്യത്തോടെ വായിച്ചു. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ മധ്യകാലഘട്ടത്തിലൊരു പ്രത്യേകതയായിരുന്നു. പിന്നെ അതുപോലെ പ്രാചീന ഗ്രീക്ക് തത്വചിന്തന അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. അതുപോലെ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്താണ്? അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകൾ കൃതികൾ രചിക്കുകയും ഗ്രൈക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ വേറൊരു കാര്യം കൂടി അവിടെ ഉണ്ടായി. എന്താണ്? ഗ്രൈക്കോ റോമൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും മാനവികതാവാദികൾ പ്രാദേശിക ഭാഷയിൽ കൃതികൾ രചിക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രൈക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു അല്ലേ. ഓരോ എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു തത്വചിന്തകനാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിന് പ്രചോദനമായിട്ട് വന്ന ഗ്രൈക്കോ റോമൻ സംസ്കാരങ്ങളാണെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകളാണ് എന്ന് പറയുന്നു. ഇനി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനവികതയുടെ കടന്നുവരവിലുണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തെങ്ങനെ നമ്മുടെ മനുഷ്യരെ ബാധിച്ചു, ആ മനുഷ്യവംശത്തെ എങ്ങനെ ബാധിച്ചു, ആ കാലഘട്ടത്തിൽ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രൈക്കോ റോമൻ കലദൈവത്തെയും സമ്പന്നരെയും ശക്തരുമായാണ് ചിത്രീകരിച്ചിരുന്നത്. അതുപോലെ രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാനകാല മനുഷ്യർ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന കാലത്തെ കലാസൃഷ്ടികൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ വിവിധ മേഖലകൾ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ മാറിയ മാറ്റങ്ങളാണ് ഇവയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളത്. മാനവികതയുടെ കടന്നുവരവ് ലോക ചരിത്രത്തെ സ്വാധീനിച്ചതെങ്ങനെ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നമുക്കൊന്ന് നോക്കാം. മാനവികതയുടെ ആവിർഭാവം ജീവിതം, അറിവ്, സമൂഹം എന്നിവയെക്കുറിച്ചുള്ള ആളുകളുടെ ചിന്താഗതിയിൽ ഗണ്യമായ മാറ്റം വരുത്തി. അതുപോലെ തന്നെ മാനവികതയ്ക്ക് മുമ്പ് മിക്ക അറിവുകളും സഭയുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ മാനവികത ആശയങ്ങൾ ആളുകൾ യുക്തിസഹമായി ചിന്തിക്കാനും നിലവിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുവാനും പ്രോത്സാഹിപ്പിച്ചു. ഇനി ഇത് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിലേക്ക് നയിച്ചു. ഇനി അടുത്തത് ചരിത്രം, സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് സർവകലാശാലകളുടെയും സ്കൂളുകളുടെയും ഉദയത്തിന് കാരണമായി. അടുത്തത് മാനവികത കലയെയും സാഹിത്യത്തെയും സ്വാധീനിച്ചു. നിരവധി പ്രശസ്തനായ കലാകാരന്മാരെ യാഥാർത്ഥ്യബോധമുള്ള കൃതികൾ സൃഷ്ടിക്കാൻ ഇത് പ്രേരിപ്പിച്ചു. അതേസമയം എഴുത്തുകാരുടെ മനുഷ്യവികാരങ്ങളും അനുഭവങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുപോലെ ശാസ്ത്രജ്ഞരെ വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്താൻ മാനവികത ചിന്ത സഹായിച്ചു. ഇത് ശാസ്ത്ര വിപ്ലവത്തിലേക്ക് നയിച്ചു. കൂടാതെ മാനവികത ജനാധിപത്യം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഇത് പിന്നീട് ആളുകളിലേക്ക് കൂടുതൽ അഭിപ്രായമുള്ള സർക്കാരുകളെ സ്വാധീനിച്ചു. മാനവികത ഉണർത്തിയ ജിജ്ഞാസ പരിവേഷ യുഗത്തിലേക്കും നയിച്ചു. അവിടെ പര്യവേഷകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ ഭൂമി കണ്ടെത്തി. മൊത്തത്തിൽ വിദ്യാഭ്യാസം, നവീകരണം, വ്യക്തിഗത അവകാശങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആധുനിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ മാനവികത നിർണായക പങ്ക് വഹിച്ചു. ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗത്ത് പറയുന്നത് നവോത്ഥാന കലയെക്കുറിച്ചാണ്. അതിൻ്റെ ഹെഡിങ് നവോത്ഥാന കല എന്നാണ്. അവിടെ 2 തരത്തിലുള്ള ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം മധ്യകാലത്തെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നവോത്ഥാന കാലത്തെ ചിത്രമാണ്. അപ്പോൾ മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും പ്രമേയം ഒന്നു തന്നെയാണ്. എന്നാൽ ഇവയുടെ ശൈലിയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താമോ
എന്ന ചോദ്യമാണ് ഇവിടെ. അതൊരു ചോദ്യം പോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് അവയുടെ വ്യത്യാസങ്ങളും ശൈലികളൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാലത്തെ ചിത്രം ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. ഇതൊക്കെ വൺ വേർഡിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? മധ്യകാലഘട്ടത്തെ ചിത്രങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ ആത്മീയമായൊരു ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അതേസമയം നവോത്ഥാന കാലത്തെ ചിത്രങ്ങളാണെങ്കിൽ എങ്ങനെയാണ്? ശരീര സൗന്ദര്യം, അതുപോലെ തന്നെ മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നവോത്ഥാന കാലത്തെ ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ ഈ മേഖലയിലൊക്കെ സവിശേഷമായ മാറ്റങ്ങൾ മധ്യകാലത്തെ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത പാർട്ടാണ് ചിത്രകല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നവോത്ഥാന കലയിലെ ചിത്രങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി ചിത്രകല എന്താണെന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല. അതായത് നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരുന്നത് ഏത് മേഖലയായിരുന്നു? ആ ചിത്രമേഖല ആയിരുന്നു. ചിത്രകാർ തങ്ങളുടെ ചിത്രങ്ങൾ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചു. അപ്പോൾ ഈ ചിത്രകാരന്മാർ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? മനുഷ്യരൂപങ്ങളെ ചിത്രങ്ങളിൽ വളരെ കൃത്യമായിട്ട് അവർ അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു ശരീരശാസ്ത്രം, അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഘടന അവർക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു അറിവ് ഇതിലൂടെ അവർക്ക് കിട്ടി എന്നാണ് പറയുന്നത്. യുക്തിചിന്തയും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചരിത്രകാരന്മാർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി. അതായത് മനുഷ്യൻ്റെ യുക്തിചിന്തയും സ്വഭാവ സവിശേഷതയൊക്കെ ആ ഒരു ചിത്രത്തിന് അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന സൃഷ്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾക്ക് കൂടുതൽ കൃത്യതയുള്ളവയും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയുമായി. അതായത് മാനവികതയുടെ ഒരു സ്വാധീനം കൊണ്ട് അവർ നിർമ്മിക്കുന്ന കലാസൃഷ്ടികളൊക്കെ എങ്ങനെയുള്ളവയായിട്ട് മാറി? കുറച്ചും കൂടെ നല്ല കൃത്യമായതും യാഥാർത്ഥ്യം കണ്ടാൽ അതൊരു യഥാർത്ഥ സംഭവമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അവരുടെ കലാസൃഷ്ടികൾ മാറുകയുണ്ടായി. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരെങ്ങനെയുള്ള ചിത്രങ്ങളാണ് കൂടുതലും കൂടെ വരയ്ക്കാനായിട്ട് അവർക്ക് ശ്രമിച്ചത്? ദൈവ സിദ്ധാന്ത പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ്. പക്ഷേ അവരുടെ ചിത്രങ്ങൾ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നവോത്ഥാന കാലഘട്ടത്തെ ചരിത്രകാരന്മാർ അവരുടെ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രധാന സവിശേഷതകൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെയാണ് ഭൂദൃശ്യങ്ങൾ. അതെന്താണ് ഈ ഭൂദൃശ്യങ്ങൾ എന്ന് പറയുന്നത്? നമുക്കത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഭൂപ്രകൃതികളുടെ ചിത്രീകരണമായിരുന്നു. അതെന്താണ്? നവോത്ഥാന ചിത്രങ്ങൾ ഭൂപ്രകൃതികളെ വളരെ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് അവരുടെ ചിത്രത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സവിശേഷത എന്താണ്? വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ. അതായത് പ്രകാശവും അകലവും. അതെന്താണെന്ന് വെച്ചാൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങളിലെ പ്രകാശത്തെയും അകലത്തെയും കൃത്യമായി ചിത്രീകരിക്കാൻ ചിത്രകാരന്മാർക്ക് സാധിച്ചു. ഇനി മൂന്നാമത്തെ എന്താണ്? മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം. അപ്പോൾ അതെന്താ? മനുഷ്യ ശരീരത്തിന് യഥാർത്ഥ ചിത്രീകരണം എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യ ശരീരത്തെ വളരെ യഥാർത്ഥമായി ചിത്രീകരിക്കാൻ നവോത്ഥാന കാലത്തെ ചിത്രകാരന്മാർ ശ്രദ്ധിച്ചു. അതാണ് ഒരു സവിശേഷത. ഇനി അടുത്ത സവിശേഷത എന്താണ്? എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം. എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ എന്താ? വ്യക്തികളുടെ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ ഇതൊക്കെ പ്രതിഫലിപ്പിക്കാനായിട്ട് ഛായാചിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ? ഛായാചിത്രങ്ങൾ. അത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ. ഇനി അടുത്ത എന്താ? ദൈവത്തിൻ്റെ മനുഷ്യരൂപം അല്ലേ? ദൈവത്തിൻ്റെ മനുഷ്യരൂപം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതായത് ദൈവത്തെ മനുഷ്യരൂപത്തിൽ ചിത്രീകരിക്കുവാനായിട്ട് ആര് ശ്രദ്ധിച്ചു? ഇക്കാലത്തെ ചരിത്രകാരന്മാർ ശ്രമിക്കുക ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സവിശേഷതകളാണ് നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകാരന്മാർ അവരുടെ ചിത്രങ്ങൾ പൊതുവെ ഉപയോഗപ്പെടുത്തിയിരുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വലിയ ബോക്സിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കുറിപ്പ് രൂപേണയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായിരുന്ന ജിയോവന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ അഥവാ പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രകാരന്മാരുടെ പേരും അതുപോലെ ആ ഒരു ചിത്രത്തിൻ്റെ പേരും ഒക്കെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിടുക. ഇനി വൺ വേർഡിനൊക്കെ ചോദിക്കാൻ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും നമ്മൾ നോക്കി ഏതാ ചിത്രമാണിതെന്ന് പറയാനുള്ള നോക്കി. ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. അപ്പോൾ ആ ഒരു ചിത്രം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ശരിയാണ്, ക്രിസ്തു ഒരു പർവ്വതത്തിന് മുകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഏത് പർവ്വതമാണെന്ന് തന്നെ ശരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യർ എങ്ങനെയാണ്? അവർ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ റോമൻ പടയാളികൾ പിടികൂടാൻ വരുന്നതായിട്ടും ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ചിത്രകാരൻ ആരാണ്? ജിയോവന്നി ബെല്ലിനി. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പേരെന്താണ്? ആഗണി ഇൻ ദി ഗാർഡൻ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ വേദന.
അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. രണ്ടാമത്തെ ചിത്രം എന്താണ്? ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസിസിയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്ഫോർസയും. അപ്പോൾ അവരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് വ്യക്തികളുടെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ ഇരട്ട എണ്ണച്ചായ സത്യം പറഞ്ഞാൽ വളരെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ആർട്ടാണല്ലേ ഇത്. അപ്പോൾ ഇത് നവോത്ഥാന ചിത്രകാരനായ ആരുടെയാണ്? പിയറോ ഡെല്ല ഫ്രാൻസിസയുടെ പ്രശസ്തമായ ഒരു ചിത്രമാണ്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരും ഒന്ന് ജസ്റ്റ് നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഇനി അതിന് താഴെ ഒരു കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്. തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് നവോത്ഥാന ചിത്രകലയുടെ എന്തെല്ലാം സവിശേഷതകൾ അവയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നവോത്ഥാന കലയിൽ നമ്മൾ കുറേ സവിശേഷതകൾ കുറച്ച് മുമ്പ് നോക്കിയല്ലേ, അതിലുള്ളവയിൽ ഇവയിൽ പ്രതിഫലിക്കുന്ന ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് താഴെ തന്നെ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പം ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഇതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും എന്താണ് നമ്മൾ ഈ ഒരു പോയിന്റ് പഠിച്ചതാണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുമ്പോൾ താഴെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജിയോട്ടോയുടെ ചിത്രങ്ങളാണ് ഗ്രേക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. പിൽക്കാലത്ത് ചിത്രകാല രംഗത്ത് കടന്നു വന്ന എല്ലാ വരകളെയും സ്വാധീനിച്ച ചിത്രകാരൻ മാസോച്ചിയോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങൾ വൃത്തകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേരുന്ന മനുഷ്യരൂപങ്ങളെ തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചു. അപ്പോൾ ഈ ഒരു ഗൈക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ആരുടെ ചിത്രത്തിലാണ്? ജിയോട്ടയുടെ ചിത്രത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചിത്രകലാ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ചത് മാസോച്ചിയ എന്ന ഒരു ചിത്രകാരൻ്റെ ചിത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം എങ്ങനെയുള്ള ചിത്രമാണെന്നാണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ ഓരോ ചരിത്രകാരന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിനി കേൾക്കുവാനായിട്ട് പോകുന്നത്. ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രശസ്തമായ ചിത്രങ്ങളാണ് അന്ത്യത്താഴ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ലിയോനാർഡോ ഡാവിഞ്ചി ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഇത് അന്ത്യത്താഴ്, മൊണാലിസ. നമ്മളിത് കേട്ടിട്ടുള്ളതാണ് അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. തൊട്ട് അടുത്ത നെക്സ്റ്റ് പേജിൽ അത് കൊടുത്തിട്ടും കൂടി ഉണ്ട്. അപ്പോൾ എന്താണ്? വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിഞ്ചി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയോനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ഈ പറയുന്ന ചരിത്രകാരന്മാരുടെ സവിശേഷതകൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും പഠിക്കുവാനായിട്ടൊക്കെ സാധിക്കും. നിങ്ങളൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യത്താഴത്തിൽ പ്രതിഫലിക്കുന്നത്. അന്ത്യത്താഴം എന്ന് പറയുന്നൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ യേശുവും 12 ശിഷ്യന്മാരുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചിത്രമൊക്കെ അറിയാം അല്ലേ, നമ്മളിത് കണ്ടിട്ടുണ്ട്, വീടുകളിലൊക്കെയാണ് ഇത് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് യേശു ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റിക്കെടുക്കുമെന്നല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ 12 പേരിൽ ഓരോരുത്തരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഭാവം നല്ല രീതിയിൽ ലിയോനാർഡോ ഡാവിഞ്ചി വരച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത മൊണാലിസയിലേക്കാണ് കിടക്കുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അല്ലേ. ശരിയാണ്, നമ്മൾ ആ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ചിരിക്കുവാണോ, ഇനി ചിരിക്കാതിരിക്കുവാണോ, മൗനമാണ്, നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ആ ഒരു ചിത്രത്തിൽ എന്ത് രീതിയിലുള്ള ഒരു ഭാവമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ചിത്രങ്ങൾ നമ്മൾക്ക് കണ്ട് പരിചിതമുള്ളതാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ എന്താണെന്നും ഈ ചിത്രങ്ങൾ ആരാണ് വരച്ചതെന്നും കൃത്യമായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഇനി ഈ ചിത്രത്തിന് താഴെയുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. വത്തിക്കാനിലെ ഡിസ്റ്റൻസ് ചാപ്പൽ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധി മൈക്കലാഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരനാക്കുന്നു. ഈ ലിയോനാർഡോ ഡാവിഞ്ചിയെ പോലെ തന്നെ മറ്റൊരു ചിത്രകാരനാണ് ആര്? മൈക്കലാഞ്ചലോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങൾ, അതിന് അന്ത്യവിധി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ അന്ത്യവിധി എന്ന് പറയുന്ന ഒരു ചിത്രവും ആരുടെയാണ്? മൈക്കലാഞ്ചലോടെയാണ്. അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി ഇടുക. ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എങ്ങനെയുള്ളവയാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത്? ശക്തരും സുന്ദരരുമായ മനുഷ്യരുടെ ചിത്രങ്ങളാണ് അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു 2 ചിത്രകാരായിരുന്നു ടിഷ്യനും റാഫേലും. ഇവരുടെ പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായ റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങൾ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. ഈ ചിത്രകാരന്മാരുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറക്കാതെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ അവരുടെ കലാസൃഷ്ടികളുടെ പേരുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അവരുടെ ചിത്രങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ഇനി അതിന് തൊട്ട് താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. നവോത്ഥാന ചിത്രകലയുടെ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചിത്രകലയെക്കുറിച്ച് പഠിച്ചല്ലേ, അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഇതിന് മുമ്പുള്ള ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നവോത്ഥാന ചിത്രകലയിലെ സവിശേഷതയൊക്കെ നമ്മൾ പോയിൻ്റായിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭൂരൂപങ്ങളെക്കുറിച്ചുള്ളൊരു സവിശേഷതയാണല്ലോ. അത് എന്താണ് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് മുന്നിലേക്ക് നിങ്ങളൊന്ന് പോയി ആ ഒരു ഭാഗം ഒന്നും കൂടെ കണ്ടാൽ മതി. ഇനി പ്രകാശവും സ്ഥലകാല ആഴവും ചിത്രീകരിക്കാൻ നിറങ്ങളുടെ ഉപയോഗം, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, ഓയിൽ പെയിൻറ്റുകളുടെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപങ്ങളുടെ ദൈവിക രൂപങ്ങളുടെ പ്രതിനിധാനം. ഈ ഒരു പോയിന്റ് സെയിം പോയിന്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് അവയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണിത്. അപ്പോൾ ഇത്രയും പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ അധ്യായത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇത്തരം ലളിതമായ പഠന വീഡിയോകൾക്കായി നമ്മുടെ ആഷ് എഡ്യൂക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.